ഇത് ദുബായിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് വ്ളോഗാട്ടോ. ഞാനിപ്പോൾ എവിടേക്കാണ് ഈ മെട്രോ കയറി പോകുന്നതെന്നല്ലേ, നമ്മുടെ തൃശ്ശൂർ പൂരം കാണാൻ. നമ്മുടെ ദുബായ്ക്കാർക്കും വേണ്ടേ ഒരു പൂരമൊക്കെ. അങ്ങനെ ഇത് ശരിക്കും നടക്കുന്നത് എത്തിസലാത്ത് അക്കാഡമിയിലാട്ടോ. ഞാൻ മെട്രോ ഇറങ്ങി, ഞാൻ താമസിക്കുന്നത് കരാമയിൽ. ഞാൻ അവിടുന്ന് മെട്രോ ഇറങ്ങി എൻ്റെ ചേട്ടന്മാർ വരും കേട്ടോ എത്തിസലാത്തിലേക്ക് അവരെ കാണാനും. അവരെ ഇവിടെ വന്നിട്ട് ഞാൻ ആകെ സെക്കൻഡ് ടൈമാണ് കാണുന്നത്. അവരും തിരക്ക്, ഞാനും തിരക്ക്. കാരണം അവർക്ക് ഓഫുള്ളതും സൺഡേ ആയിരിക്കും, ഓഫ് കിട്ടാത്തതും സൺഡേ. അപ്പോൾ ഞാനിങ്ങനെ മെട്രോ ഇറങ്ങിയത് എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ. ഞാൻ റെഡ് ലൈൻ മാറി ഗ്രീൻ ലൈൻ കയറുന്നേക്ക് അതെനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അതും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കില്ലേ നമുക്ക് എപ്പോഴും. ഞാൻ പക്ഷേ എത്തിസലാത്ത് ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് പോസ്റ്റായിട്ടോ, കാരണം അവർ വരാൻ കുറച്ച് ഡിലേ ആയി. 10 മിനിറ്റ് 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചെറുതായിട്ടൊന്ന് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂരം നടക്കുന്ന സ്ഥലത്തെത്തി. എന്താ പറയുക, നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ പൂരം അതുപോലെ തന്നെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആനകളൊക്കെ ഇതൊന്നും ഒറിജിനൽ ആനകളല്ല, പക്ഷെ ഇത് കണ്ടാൽ നമുക്ക് പോലും അത്ഭുതം തോന്നുന്ന രീതിക്കാണ് അവരിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഈ ആനവട്ടവും വെഞ്ചാമരവും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പൂരം നടത്തുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമല്ല. പിന്നെ അതിലും എന്നെ അതിശയിപ്പിച്ച കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ഫുൾ മലയാളീസാണ്. നമുക്ക് നാട്ടിലുള്ള തൃശ്ശൂർ പൂരത്തിനെക്കാട്ടിലും ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അത്ഭുതമായിരിക്കും. ഞങ്ങളവിടെ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു കേട്ടോ. ഇതാണ് എൻ്റെ ചേട്ടന്മാർ. അതിൻ്റെ ഇടയ്ക്ക് എന്നെ പൊക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ താഴെ ഇറക്കുമെന്ന് ഞാൻ പറയുന്നുണ്ട്. എവിടെ കേൾക്കാം, ഞാൻ പറഞ്ഞു ഞാൻ വീണ ഇതിലും വലിയ വൈറലാവും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കേട്ടോ.